ഹലോ ഗുട്ടൻ ടാഗ് ഇസ് ഹൈസെ ബ്ലെസ്സി ഫോൺ ജോവീസ് പെർഫെക്റ്റ് അക്കാദമി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് രണ്ട് കണക്റ്റേഴ്സ് ആണ്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ട്രോട്സ്ഡമും ഒബ്ബോളും. ഇത് പലർക്കുള്ള കൺഫ്യൂഷനാണ്. ഏത് സാഹചര്യത്തിലാണ് ട്രോട്സ്ഡം വെക്കേണ്ടത്, ഏത് സമയത്താണ് ഒബ്ബോൾ വെക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്കിത് ഏതൊക്കെ സമയത്താണ് യൂസ് ചെയ്യേണ്ടതെന്ന് പഠിക്കാം. അപ്പോൾ ആദ്യം തന്നെ ട്രോട്സ്ഡമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇത് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു രണ്ട് ഐഡിയാസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രോട്സ്ഡം എന്ന് പറഞ്ഞ കണക്റ്റർ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വേർഡ് ഓർഡറിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് നോർമലി നമ്മൾ എഴുതുന്ന സെൻറ്റൻസ് എഴുതും. അതിനുശേഷം ട്രോട്സ്ഡം എന്ന് പറഞ്ഞ കണക്റ്റർ യൂസ് ചെയ്തതിനു ശേഷം വെർബായിരിക്കും നമ്മൾ ആദ്യം എഴുതുന്നത്. അതിനുശേഷമാണ് സബ്ജക്റ്റും ഒബ്ജക്റ്റും നമ്മൾ എഴുതുക. ഇനി ഇതിനെ തന്നെ തിരിച്ച് ആദ്യം നമ്മൾ എഴുതിയത് കോമ ഇട്ടതിന് ശേഷം സ്മോൾ ലെറ്റർ ടി വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇനി ഇത് നമുക്ക് ക്യാപിറ്റൽ ലെറ്റർ ടി വെച്ചിട്ടും സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ ഫുൾ സ്റ്റോപ്പ് ആയിരിക്കും ഇടണ്ടേ. അപ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു സെൻറ്റൻസ് എഴുതിയതിന് ശേഷം ട്രോട്സ്ഡം വെച്ചതിന് ശേഷം വെർബ് എഴുതുക. അതിനുശേഷം സബ്ജക്റ്റ് ഒബ്ജക്റ്റും വെച്ച് അങ്ങനെയാണ് നമ്മൾ ട്രോട്സ്ഡം വെച്ചിട്ടുള്ള ഈ ഒരു സെൻറ്റൻസ് എഴുതുക. ഇനി ഒബ്ബോളിലോട്ട് വരികയാണെങ്കിൽ ഇതും സെയിം ഐഡിയ തന്നെയാണ്, സെയിം മീനിങ് തന്നെയാണ് ഷോ ചെയ്യുന്നത്. അതായത് ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള രണ്ട് ഐഡിയാസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒബ്ബോൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ വേർഡ് ഓർഡറിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമ്മൾ ഒബ്ബോൾ വെച്ചതിന് ശേഷം വെർബ് എൻഡിലായിരിക്കും നമ്മൾ എഴുതുക. അതായത് ഒരു നേബൻ സെറ്റ്സയുടെ കൊണക്റ്ററിൻ്റെ ഓർഡറിലായിരിക്കും നമ്മൾ ഈ ഒരു വെർബ് എഴുതുന്നത്. ഇനി ഇതിനെ നമുക്ക് ഒബ്ബോളിനെ ആദ്യം വെച്ചിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ ആയിരിക്കും നമ്മുടെ വെർബ് വരാം ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിൽ. പിന്നെ കോമ ഇട്ടതിന് ശേഷം വെർബ് തന്നെ വെച്ചിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഇങ്ങനെയായിരിക്കും ഒബ്ബോളിൻ്റെ വേർഡ് ഓർഡർ വരുന്നത്. ട്രോട്സ്ഡത്തിൻ്റെ സമയത്ത് ട്രോട്സ്ഡം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ വെർബ് വയ്ക്കും. ഒബ്ബോളാണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ ആ ഒരു വെർബ് എഴുതാം. അപ്പം ഇത് രണ്ടും എവിടെയൊക്കെ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് എന്തെന്ന് വെച്ചാൽ ഒബ്ബോൾ എർ ക്രാങ്കിസ്റ്റ് ഗേറ്റ് എർ സുർ ഷൂളെ. ഇതിൻ്റെ മലയാളം മീനിങ് നമുക്ക് ആദ്യം നോക്കാം. അവൻ രോഗിയാണെങ്കിലും അവൻ സ്കൂളിൽ പോകുന്നു. അപ്പോൾ അവൻ രോഗിയാണെങ്കിലും എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെൻറ്റൻസ്. ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിൽ എങ്കിലും എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ ചേർത്തിട്ടുണ്ട്. ആ ഒരു മീനിങ് ആണ് ഒബ്ബോളിന് വരുന്നത്. അപ്പോൾ അവൻ രോഗിയാണെങ്കിലും എന്ന് പറഞ്ഞതിന് ശേഷം അവൻ സ്കൂളിലേക്ക് പോകുന്നു. അപ്പോൾ സാധാരണ രോഗിയായ ഒരാൾ സ്കൂളിൽ പോകാറില്ല, വീട്ടിൽ തന്നെയാണ് ഇരിക്കാറ്. ഇവിടെ ഒരു കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നടന്നത്. അതായത് അവൻ രോഗിയാണ് എന്നിട്ടും അവൻ സ്കൂളിലോട്ട് പോയി. അപ്പം ആ ഒരു എങ്കിലും എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ആയിട്ടാണ് നമ്മൾ ഒബ്ബോൾ ചേർത്തിരിക്കുന്നത്. അപ്പം ഇവിടെ ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലെങ്കിലും വന്നുകൊണ്ട് നമ്മൾ ഒബ്ബോൾ ചേർത്തു. ഇനി ഈ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. അവന് അസുഖമാണ് എങ്കിലും അവൻ സ്കൂളിൽ പോകുന്നു. ഇവിടെയും സെയിം മീനിങ് തന്നെയാണ് വന്നിരിക്കുന്നത്, എങ്കിലും. അപ്പം ഇത് കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. ഈ ഒരു സെൻറ്റൻസിൽ നോക്കുകയാണെങ്കിൽ എൻഡിലാണ് എങ്കിലും എന്ന് പറഞ്ഞ ആ ഒരു വാക്ക് വന്നിരുന്നത്. ഇവിടേക്ക് നോക്കുമ്പോൾ സെക്കൻഡ് സെൻറ്റൻസിൻ്റെ ഫസ്റ്റാണ് നമ്മൾ എങ്കിലും വെച്ച്. അപ്പം നമ്മൾ മലയാളം മീനിങ് ആലോചിക്കുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ് എങ്കിലും എന്നുണ്ടെങ്കിൽ ഒബ്ബോൾ ചേർക്കാം. ഇനി ഫസ്റ്റ് ആണ് എങ്കിലും എന്ന് പറഞ്ഞ ആ ഒരു വേർഡ് വരുന്നതെങ്കിൽ അപ്പം നമ്മൾ ട്രോട്സ്ഡം ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മെയിൻ വ്യത്യാസം. അപ്പം മലയാളം മീനിങ് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ചിന്തിക്കേണ്ടതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ് എങ്കിലും എന്ന് പറയുന്നതെങ്കിൽ ഒബ്ബോളും, ഫസ്റ്റ് ആണ് എങ്കിലും എന്നുണ്ടെങ്കിൽ ട്രോട്സ്ഡവും യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചറിലോട്ട് വരാം. ഫസ്റ്റ് നമുക്ക് ഒബ്ബോൾ വെച്ചിട്ടുള്ളത് നോക്കാം. ഒബ്ബോൾ എർ ക്രാങ്കിസ്റ്റ് ഗേറ്റ് എർ സുർ ഷൂളെ. ഇവിടെ ഒബ്ബോൾ നമ്മൾ ഫസ്റ്റ് വെച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ് നമ്മൾ ഇസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെർബ് ആഡ് ചെയ്തത്. കാരണം അത് നേബൻ സാറ്റ്സയാണ്. ഇനി ഇതാണ് ഹൗസ് സാറ്റ്സ ആയിട്ട് വന്നിരിക്കുന്നത്, ഗേറ്റ് എർ സുർ ഷൂളെ. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് വെർബ് വെച്ചു, അതിന് ശേഷമാണ് സബ്ജക്റ്റ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒബ്ബോൾ വെച്ച് എഴുതുന്ന സമയത്ത് ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിൽ വെർബ്, ഇവിടെ ഇസ്റ്റ് എന്നുള്ള വെർബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇസ്റ്റ് എഴുതി. അതുപോലെ തന്നെ ആ ഒരു കോമ ഇട്ട് തൊട്ടപ്പുറത്ത് നമ്മൾ വെർബ് വെച്ചിട്ടായിരിക്കണം അടുത്ത സെൻറ്റൻസും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി ഒബ്ബോളിനെ നമുക്ക് സെക്കൻഡ് സെൻറ്റൻസിൽ വെച്ചിട്ട് എഴുതാം. അതായത് ഹൗസ് സാറ്റ്സെ ഫസ്റ്റ് വെച്ച് എഴുതുമ്പോൾ എർ ഗേറ്റ് സുർ ഷൂളെ നമ്മൾ നോർമലി ഒരു സെൻറ്റൻസ് എഴുതുന്ന പോലെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, എർ ഗേറ്റ് സുർ ഷൂളെ. ഇനി ഒബ്ബോൾ വെച്ച് നമ്മൾ എഴുതിയതിന് ശേഷം ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലാണ് ഇസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു വെർബ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നേബൻ സാറ്റ്സ ആണെങ്കിൽ ആ ഒരു സെൻറ്റൻസിൻ്റെ എൻഡിലായിരിക്കും നമ്മൾ വെർബ് എഴുതുക. മെയിൻ അതായത് ഹൗസ് സാറ്റ്സയിൽ സെക്കൻഡ് പൊസിഷനിൽ തന്നെയായിരിക്കും വെർബ് വരാം.
ഇനി രണ്ടാമതാണ് ഹൗപ്സാറ്റ്സ് എങ്കിൽ കോമ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെർബ് വെച്ചിട്ടായിരിക്കണം തുടങ്ങണ്ടേ. ഇനി ട്രോട്സ്ഡത്തിലോട്ട് വരികയാണെങ്കിൽ എർ ഇസ്റ്റ് ക്രാങ്ക് ട്രോട്സ്ഡം ഗേറ്റ് എർ സുർ ഷൂളെ. ഇവിടെ ഫസ്റ്റ് സെന്റൻസിൽ നോർമൽ നമ്മൾ എഴുതുന്ന അതേപോലെ തന്നെ എഴുതിയിരിക്കുന്നത് എർ ഈസ്റ്റ് ക്രാങ്ക്, സെക്കൻഡ് പൊസിഷനിലാണ് വെർബ് വന്നിരിക്കുന്നത്. ഇനി ട്രോട്സ്ഡം കഴിഞ്ഞിട്ട് നോക്കുകയാണെങ്കിൽ അതിന് തൊട്ട് അപ്പുറത്താണ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വെർബ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രോട്സ്ഡം കഴിഞ്ഞിട്ട് സെക്കൻഡ് പൊസിഷനിൽ നമ്മൾ ഗേറ്റ് എന്ന് പറഞ്ഞ വെർബ് വെച്ചു, അതിന് ശേഷം സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ ട്രോട്സ്ഡം വെച്ചിട്ടുള്ളത് എഴുതിയിരിക്കുന്നത്. ഇതും സെയിം തന്നെയാണ് വേർഡ് ഓർഡർ വരുന്നത്, ഒരു ചെറിയ വ്യത്യാസം കോമ മാറി ഇവിടെ ഫുൾ സ്റ്റോപ്പ് ആവുന്നു എന്ന് മാത്രം. അപ്പൊ ഇതിന്റെ ഓരോ ലെവലിലോട്ട് നോക്കാം. എർ ഗേറ്റ് സുർ ഷൂളെ എന്നുള്ളതാണ് ഇവിടെ ഹൗപ്സാറ്റ്സ് ആയിട്ട് വന്നിരുന്നത്. അതായത് മെയിൻ സെന്റൻസ് എന്ന് പറഞ്ഞാൽ അവൻ സ്കൂളിലേക്ക് പോകുന്നു, അതാണ് ഇവിടുത്തെ ഹൗപ്സാറ്റ്സ്. ഇനി ഒവോൾ എർ ക്രാങ്കിസ്റ്റ് അതാണ് നേബൻ സാറ്റ്സി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൗപ്സാറ്റ്സിയും ഒരു നേബൻ സാറ്റ്സിയാണ് ഒവോൾ വെച്ചിട്ടുള്ള ആ ഒരു സെന്റൻസിനുള്ളത്. പക്ഷേ ട്രോട്സ്ഡമിലോട്ട് നോക്കുകയാണെങ്കിൽ എറിസ്റ്റ് ക്രാങ്ക് എന്നുള്ളത് ഹൗപ്സാറ്റ്സി ആണ്. അതുപോലെ തന്നെ ട്രോട്സ്ഡം വെച്ച് എഴുതുന്ന ആ ഒരു സെന്റൻസും ഹൗപ്സാറ്റ്സി തന്നെയാണ്. അതായത് രണ്ട് സെന്റൻസും ഇവിടെ മെയിൻ സെന്റൻസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മറ്റേതിൽ ഒരു ഹൗപ്സാറ്റ്സിയും ഒരു നേബൻ സാറ്റ്സിയാണ് ഉള്ളത്. അപ്പൊ അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. എർ കൗഫ്റ്റ് ഐൻ ഔട്ടോ എർ ഹാറ്റ് കൈൻ ഗെൽഡ്. അതായത് അവന് പൈസയൊന്നും ഇല്ല, പക്ഷെ അവനൊരു കാറ് വാങ്ങി. അപ്പൊ ഈ രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒവോളും ട്രോട്സ്ഡം വെച്ചിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ഏത് സെന്റൻസിലാണ് വന്നേക്കുന്നതെന്ന് നോക്കാം. പണമില്ലെങ്കിലും അയാൾ ഒരു കാറ് വാങ്ങുന്നു, അതാണ് ഫസ്റ്റ് സെന്റൻസ്. അപ്പൊ പണമില്ലെങ്കിലും, അപ്പൊ അവന്റെ പൈസ ഇല്ല, ആ ഒരു സ്ഥലത്താണ് നമ്മൾ ഒവോൾ എന്ന് പറഞ്ഞ കണക്ടർ യൂസ് ചെയ്യേണ്ടത്. അപ്പൊ ആ ഒരു പണമില്ലെങ്കിലും ആ ഒരു ലാസ്റ്റ് ആണ് എങ്കിലും എന്ന് വന്നേ, അതുകൊണ്ട് ഒവോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എർ കൗഫ്റ്റ് ഐൻ ഔട്ടോ ഒവോൾ എർ കൈൻ ഗെൽഡ് ഹാറ്റ്. അപ്പൊ ആ ഒരു സെന്റൻസിന്റെ ലാസ്റ്റ് ഹാറ്റ് എന്ന് പറഞ്ഞ വെർബ് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സെന്റൻസ് നോർമലി എർ കൗഫ്റ്റ് ഐൻ ഔട്ടോ, അതായത് അവനൊരു കാറ് വാങ്ങുന്നു, അവൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലെങ്കിലും. അപ്പൊ എങ്കിലും എന്ന് പറഞ്ഞത് ആ ഒരു സെന്റൻസിന്റെ എൻഡിലാണ് വന്നേ, അതുകൊണ്ട് നമ്മൾ ഒവോൾ വെച്ചു. ഇനി അടുത്ത സെന്റൻസ് നോക്കുകയാണെങ്കിൽ അവന്റെ കയ്യിൽ പണമില്ല എങ്കിലും അവൻ ഒരു കാറ് വാങ്ങുന്നു. അപ്പൊ ആ ഒരു സെന്റൻസിൽ ഫസ്റ്റ് ആണ് എങ്കിലും എന്ന് പറഞ്ഞ വേർഡ് നമ്മൾ യൂസ് ചെയ്തേ. അപ്പൊ അവിടെ സ്വാഭാവികമായിട്ട് അപ്പൊ ഏതായിരിക്കും? ട്രോട്സ്ഡം ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. എർ ഹാറ്റ് കൈൻ ഗെൽഡ് ട്രോട്സ്ഡം കൗഫ്റ്റ് എർ ഐൻ ഔട്ടോ. അപ്പൊ അവിടെ ട്രോട്സ്ഡം യൂസ് ചെയ്തു, അതിനുശേഷം നമ്മൾ വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഈ ഒരു രണ്ട് സെന്റൻസുകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒവോൾ വരുന്ന സമയത്ത് നമ്മൾ ഒരു ഹൗപ്സാറ്റ്സിയും ഒരു നേബൻ സാറ്റ്സി ആയിരിക്കും അതിനുണ്ടാവുക. എന്നാൽ ട്രോട്സ്ഡത്തിന്റെ സ്ഥലത്ത് രണ്ടും ഹൗപ്സാറ്റ്സി ആയിരിക്കും. ഇനി നേബൻ സാറ്റ്സി ആയിട്ട് യൂസ് ചെയ്യുന്ന ഒവോളിൽ ആ ഒരു സെന്റൻസിന്റെ എൻഡിലായിരിക്കണം നമ്മൾ വെർബ് ആഡ് ചെയ്യേണ്ടത്. ട്രോട്സ്ഡത്തിന്റെ സമയത്ത് ആ ഒരു സെക്കൻഡ് പൊസിഷൻ ട്രോട്സ്ഡം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ വെർബ് എഴുതുക. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. താങ്ക് യു.